അയ്യോ. ഇന്നത്തെ ടോക്ക് രചനകളെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടിക്ക് കൊടുക്കുന്ന കുറുക്ക് പോലെ, പിന്നെ കാലക്രമേണ അതിൽ ആഡിങ് സോളിഡ് സംഭവം കൂട്ടി 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 പിന്നെ ദഹിക്കുവാൻ എബിലിറ്റി ഉണ്ടാവുന്ന തരത്തിലുള്ള ഭക്ഷണം ക്രമത്തിൽ കൊടുക്കുന്നു എന്നുള്ളൊരു പ്രയോഗം അവിടെ പറഞ്ഞു. അത് ശരിയായ ഒരു സത്യമാണ്. കാരണം നമ്മളിപ്പോൾ ഭാഗവതം നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? കണ്ണൻ്റെ കളികളും ചിരികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. കാളിന്തിയിലുള്ള കളികളും പൂതനാമോക്ഷത്തിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറയും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, വളരെ ലൈവായിട്ടുള്ള ഒരു കൊച്ചു ബാലകൻ്റെ കുസൃതികൾ. എന്നാൽ അതിൻ്റെ തത്വം നോക്കിക്കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ആ തത്വങ്ങൾ നോക്കാതിരുന്നാൽ പോലും വളരെ ലൈവായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. പക്ഷെ അതേ കൃഷ്ണൻ തന്നെയാണ് ഭഗവത്ഗീതയും പറഞ്ഞത് മുതിർന്നതിന് ശേഷം. അപ്പോഴ് പൂതനാമോക്ഷം കാണുന്ന അത്രയും ലാഘവത്തോടെ ഒരിക്കലും ഗീതയുടെ ഒരു വരിയും നമുക്ക് വായിച്ചു പോകാൻ പറ്റില്ല. അവിടെ ഒരു മെച്യൂരിറ്റി നമ്മളിൽ ഉണ്ടാവണമെന്നാണ്. പൂതനാമോക്ഷം വായിക്കുന്നതിൻ്റെ ലാഘവം ഗീത വായിക്കാൻ നേരത്ത് ഉണ്ടാവാൻ പാടില്ല. ഭഗവത്ഗീത വായിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കണമെന്നാണ്, എത്രത്തോളം ശരിക്കും നമ്മളിൽ തന്നെ നിൽക്കാൻ പറ്റണമെന്നാണ്. എങ്കിൽ മാത്രമേ നമുക്കത് പിടികിട്ടത്തുള്ളൂ. ഭഗവത്ഗീത വായിക്കാൻ ഇത്രയും സീരിയസ്നെസ് വേണമെങ്കിൽ അഷ്ടവക്രഗീത വായിക്കണമെങ്കിൽ നമ്മൾ ഏത് തലത്തിലിരിക്കണം? അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കോൺഷ്യസ്നെസ് ലെവല് ഷാർപ്പനിങ് ചെയ്ത് വരണമെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥത്തിലാണ് ഇത് പറയുന്നത്. എല്ലാത്തിനും, അതായത് തെങ്ങിലും കമുകിനും ഒരു സംഭവം ഇട്ടിട്ടല്ല കയറുന്നത്. ഓരോന്നിനും പ്രയോഗിക്കേണ്ട ഓരോന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോ കോൺഷ്യസ് ലെവലുണ്ടെന്നാണ്. ആ കോൺഷ്യസ് ലെവലോട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണമെന്നാണ്. അവിടെയാണ് ആ ശ്രദ്ധ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് ഒരു തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച ഒരാൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ബെഞ്ചിൽ ദൂരയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരാളും അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാ ദൂരയാത്രയ്ക്ക് പോകാനുള്ള ആളുടെ ട്രെയിന് 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമയം പോകുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിന് വരാൻ ലേറ്റ് ആവുന്നു. അപ്പോൾ സമയം പോകാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? തൊട്ടടുത്തിരിക്കുന്ന ഈ പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച ഈ വ്യക്തിയെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ബാഗ് എടുക്കുന്നു, അടുക്കി വയ്ക്കുന്നു, വീണ്ടും ബാഗ് തുറക്കുന്നു, അതിനകത്ത് ഓരോന്ന് തപ്പി നോക്കുന്നു. ഇത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ നേരം നോക്കിയപ്പോഴെന്ത് പറ്റി? ആ പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച വ്യക്തി ഇദ്ദേഹത്തിനെ നോക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മുഖം തിരിച്ചിട്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ സമയം അദ്ദേഹം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയം മറ്റേ ആൾ ബാഗ് വീണ്ടും തുറക്കുന്നു, കൈയിടുന്നു, ഒരു പാക്കറ്റ് അങ്ങ് എടുക്കും. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതുവരെ ആ പാക്കറ്റ് അദ്ദേഹം കയ്യിലെടുത്തില്ല. ഇപ്പോഴും അദ്ദേഹം പാക്കറ്റ് എടുത്തിട്ട് ബാഗിനെ മാറ്റി വെച്ചിട്ട് ഈ പാക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ മെഗാ സീരിയൽ കാണുന്ന ആൾക്കാരുടെ അവസ്ഥ പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്ന് ഇദ്ദേഹത്തിന് അറിയണം.
ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് തുറക്കാത്തെന്തെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സംഭവം നോക്കിയപ്പോൾ എന്ത് പറ്റി, ഒരു ഉരുണ്ട ഒരു സാധനമാണെന്ന് മനസ്സിലായി. പക്ഷേ ഇദ്ദേഹം തുറക്കുന്നില്ല. ഇദ്ദേഹം അതേ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, ഇനി എൻ്റെ ട്രെയിന് വല്ലതും ഇതിനു മുമ്പേ വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയാൻ പറ്റാതെ ഞാൻ ട്രെയിന് കയറി പോവേണ്ട വന്ന അവസ്ഥ ഇദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ഇയാളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആ പാക്കറ്റ് പതുക്കെ തുറക്കുകയാണ്. ഈ പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ തുറന്ന അയാൾക്ക് മാത്രം കാണാം അതിനകത്ത് എന്താണെന്ന്, ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പതുക്കെ എണീറ്റു. എന്നിട്ട് നടക്കുന്നത് പോലെ നടന്ന് ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകുന്നു, ഉല്ലാത്തുന്നത് പോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന എന്താണെന്ന് കാണാൻ വേണ്ടി നോക്കിയപ്പോൾ എന്ത് പറ്റി, ഒരു ബന്നാണ് ഇരിക്കുന്നത്. ഓ, ഇതാണോ ഇത്രയും വലിയ കാര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നത്? ശരി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ബന്നിനെ പതുക്കെ പൊട്ടിച്ചിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത് കഴിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ബാഗിനകത്ത് തപ്പിയിട്ട് വേറൊരു പൊതി എടുക്കും. അപ്പോൾ ഈ ബന്നിൻ്റെ കൂടെ കഴിക്കാൻ ഇനി എന്തായിരിക്കാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ചിന്ത. അപ്പം ഇയാൾ വേറൊരു അത് ചെറിയൊരു പൊതിയാണ്. ആ പൊതി എടുത്ത് ഇങ്ങനെ മടിയിലിങ്ങനെ വെച്ചിട്ട് അത് പതുക്കെ തുറക്കുന്നു. നല്ലതായിട്ട് തുറക്കുന്നുമില്ല, അതിനകത്ത് എന്താണെന്ന് അറിയാനും പറ്റുന്നില്ല. ഇദ്ദേഹം ബന്നിനെ എടുത്തിട്ട് ആ കവറിനകത്ത് ഇങ്ങനെ പതുക്കെ ഡിപ്പ് ചെയ്യുന്നു, കഴിക്കുന്നു. ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോഴും വീണ്ടും ഇദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തായിരിക്കും ആ ബന്ന് എന്തിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത്, പിടികിട്ടുന്നില്ലല്ലോ എന്നോ. ഇയാൾ എത്ര നോക്കിയിട്ടും എന്തിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഇയാൾ ഇങ്ങനെ കഴിച്ച് ആ ബന്നിൻ്റെ ഏകദേശം മുക്കാലും കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ ഉള്ളൂ. സഹി കെട്ടിട്ട് ഇയാൾ പോയി ചോദിച്ചു, നിങ്ങൾ ഈ ബന്ന് എന്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ്, ഞാൻ ഉപ്പിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഓ, അത്രയേ ഉള്ളൂ, ഉപ്പിലാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, ആ പേപ്പറിനകത്ത് ഉപ്പൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ പേപ്പർ എടുത്ത് തുറന്ന് കാണിച്ചു. അപ്പോൾ അതിനകത്ത് ഒന്നുമില്ല. പറഞ്ഞു, ഇതിനകത്ത് ഉപ്പില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഉപ്പില്ല, പക്ഷേ എനിക്ക് ബന്നിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ സങ്കല്പിച്ചു എൻ്റെ കയ്യിൽ ഉപ്പിരിപ്പുണ്ട്, ഞാൻ ഉപ്പിലാണ് ഞാൻ മുക്കി കഴിക്കുന്നത് എന്ന് ഞാൻ സങ്കല്പിച്ചിട്ട് ഞാനിങ്ങനെ കഴിക്കുകയാണ്, ആസ്വദിച്ച് കഴിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഉപ്പിനെ കാട്ടി നല്ലത് വെണ്ണയല്ലേ, വെണ്ണ മുക്കി കഴിക്കുന്നത്? അപ്പോൾ അതെ, വെണ്ണയാണ് ഉപ്പിനെ കാട്ടി നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഒരു വെണ്ണ ഒന്ന് സങ്കല്പിച്ചുകൂടെ? എന്ത് വന്നാലും നിങ്ങൾ സങ്കല്പിച്ചു, ഈ ഉപ്പ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, അത് നല്ലൊരു ഓപ്ഷനാണല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയൊക്കെ നമുക്ക് ചിരി വരാം. പക്ഷേ നമുക്കിപ്പോഴും തോന്നും, അയാൾക്ക് വെണ്ണയും ഓപ്ഷൻ എടുക്കാമായിരുന്നല്ലോ, അയാൾ എന്തുകൊണ്ട് ഉപ്പ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് വൃത്തത്തിലെ ശൂന്യതയിൽ പറയുന്ന പഴയ മനസ്സ്. പഴയ മനസ്സെന്ന് പറയുന്ന ഒരവസ്ഥ ഇതാണ്. നമ്മളുടെ ഒരു പാറ്റേൺ, തുടരുന്ന പാറ്റേൺ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പഴയ മനസ്സ് വരുന്നത്? അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സംസ്കരിച്ചെടുത്തേക്കുന്ന ഒരു ചിന്താഗതി, അതങ്ങനെ തുടരുള്ളൂ. അതിന് ബെറ്റർ ഇതാണെന്ന് പറഞ്ഞു തരാൻ അതിന് പറ്റില്ല, അത് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിരീക്ഷിക്കപ്പെടണം. നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളെ നിരീക്ഷിക്കപ്പെടണമെന്നാണ്. നമ്മുടെ മനസ്സിൻ്റെ ചലനം നമ്മൾ നിരീക്ഷിച്ചില്ലേ പിന്നെ ആരാ നിരീക്ഷിക്കുന്നത്? നമ്മൾ നിരീക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പം മനസ്സിൻ്റെ ചലനത്തെ നിരീക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ, ഇത് ഏതോ ഒരു പുതിയ സിദ്ധാന്തമാണെന്ന് തോന്നും. അല്ല. ഇപ്പം ഗീതയിൽ നോക്കി നോക്കൂ, ഭഗവാൻ എന്താ പറയുന്നത് അർജുൻ്റെ അടുത്ത്? നീ നിന്നെ അറിയുക എന്നാണ് പറയുന്നത്. അപ്പം നീ
നിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ആരെ നോക്കണം? അവനവനെ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഒരു ധ്യാന മന്ദിരത്തിൽ ഒരു സാധകൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സാധകൻ വന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് സ്വതന്ത്രനാകണം, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം, ഞാനിപ്പോൾ പലതിൻ്റെയും പിടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സ്വതന്ത്രനാകണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നിനക്ക് സ്വതന്ത്രനാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ എന്ത് ചെയ്യണം? നീ ശൂന്യമാകണമെന്ന്. നീ ശൂന്യമായാൽ സ്വതന്ത്രനാകാൻ പറ്റുമെന്ന്. അപ്പം പറഞ്ഞു, അത് എങ്ങനെയാണ് ശൂന്യമാകുന്നത്? പറഞ്ഞു, ശൂന്യമാകണമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് അനുഭവങ്ങൾ മാറിപ്പോകണമെന്നോ. അപ്പം അദ്ദേഹം വീണ്ടും ചോദിച്ചു, അനുഭവങ്ങൾ ഉള്ളിൽ നിന്ന് മാറിപ്പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയുമല്ലോ, എനിക്ക് ഇന്ന അനുഭവം കിട്ടി, ഞാൻ ഇങ്ങനെ, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഇതെല്ലാം അനുഭവങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നമ്മുടെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ മാറിയാലേ ശൂന്യമാകാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല, ഈ അനുഭവങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റും? അനുഭവം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ എന്നിലുണ്ട്, അതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് വൈകുന്നേരമായിട്ടും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ വൈകുന്നേരമായ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. നടക്കാൻ പോകുന്ന സമയത്ത് ഒരു ഇരുണ്ട നടപ്പാത, ആ ഇരുണ്ട നടപ്പാതയിൽ കൂടി ഒരു ഭയങ്കര ഭാരത്തിൽ ഒരാൾ വെയിറ്റ് ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, അയാൾ എന്തുകൊണ്ടാണ് വേഗത്തിൽ നടക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന് കുറച്ച് ദേഷ്യമുണ്ട്. കാര്യം എന്താണ്, രാവിലെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഗുരു അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഞാനും ഉത്തരം പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ചോദിച്ചു, അദ്ദേഹം എന്തുകൊണ്ടാണ് വേഗത്തിൽ നടക്കാത്തത്? അപ്പോൾ പറഞ്ഞു, അത് വല്ല ഭാരം, തലയിൽ വെച്ചിരിക്കുന്ന ഭാരം കുറച്ച് കൂടുതലായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാരമുണ്ടെങ്കിൽ വേഗത്തിൽ നടക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചു. പറയില്ല, ഭാരമുണ്ടെങ്കിൽ വേഗത്തിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരു വീണ്ടും പറഞ്ഞു, ഭാരമുണ്ടെങ്കിൽ വേഗത്തിൽ നടക്കാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഈ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ, ശരിയാണ്, എനിക്കും എൻ്റേതായ അനുഭവങ്ങളുടെ ഭാരം എന്നിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ യാത്രയും തപ്പി 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 തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, അപ്പോൾ അനുഭവങ്ങളുടെ ഓർമ്മ വേണ്ടെന്നാണോ പറയുന്നത്? ഇത് ഓർമ്മ കിടക്കുമല്ലോ. അപ്പോഴാ ഗുരു പറഞ്ഞു, അനുഭവങ്ങൾ വന്നോട്ടെ, പക്ഷെ അനുഭവങ്ങൾ എന്തിന് പിടിച്ചു വയ്ക്കണം? പിടിച്ചു വയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു? പഴയ മനസ്സ് തുടരും. അത് നമ്മുടെ പഴയ മനസ്സ് തുടരും. പഴയ മനസ്സ് തുടരുമ്പോൾ എന്താ പറ്റുന്നത്? അർജുനന് പറ്റിയ എന്താണ്? യുദ്ധം ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? തുടരുന്ന പഴയ മനസ്സാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നീ നിന്നെ അറിയൂ, നിരീക്ഷണമാണ് പറയുന്നത്. വേറെ ഒന്നും പുതിയതായിട്ടുള്ള ഒരു സംഭവമല്ല പറയുന്നത്. നീ നിൻ്റെ മനസ്സിൻ്റെ ചലനത്തെ നീ ശ്രദ്ധിക്കൂ. തുടരുന്ന പഴയ മനസ്സിനെ നീ കട്ട് ചെയ്യൂ. അത് നിനക്ക് മുന്നോട്ട് നിന്നെ നയിക്കില്ല. അദ്ദേഹത്തിന് എന്താണ് തടസ്സം വന്നത്? അതെല്ലാം അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അനുഭവം വന്നോട്ടെ, പക്ഷെ അതിനെ പിടിച്ചുകൊണ്ടിരിക്കാതെ അതിനെ വിടാൻ പറ്റണം. അവിടെയാണ് നിരീക്ഷണം. ശരിയായ നിരീക്ഷണം വരുമ്പോഴും തെറ്റുന്നു, പഴയ മനസ്സിന് തുടരാൻ പറ്റില്ല. പിന്നെ കാണുന്നതെല്ലാം പുതുമയായിരിക്കും. മറ്റത് പുതിയത് കണ്ടാലും നമ്മൾ പഴയ മനസ്സ് അതിനെ പഴയതാക്കും. നൗവിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എല്ലാ അനുഭവങ്ങളും എല്ലാം പഴയതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകും.
അനുഭവിക്കുന്നതെല്ലാം പഴയതുപോലെ ഉണ്ടാവും. കാര്യം എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന പഴയ മനസ്സാണ്. നിരീക്ഷകനില്ല. ധ്യാനം നമ്മളിലുള്ള നിരീക്ഷകനെ ഉണർത്തുക എന്നുള്ളതാണ്. നിലവിലുള്ള എൻ്റെ മനസ്സിൻ്റെ ചലനത്തെ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിരീക്ഷകൻ ഉണരുമ്പോൾ പിന്നെ പുതുമയെ കാണുകയുള്ളൂ, പുതുമയെ അനുഭവപ്പെടുകയുള്ളൂ. ആ പുതിയതിൽ നിൽക്കുവാൻ നമുക്ക് പറ്റും. പഴയ മനസ്സിൻ്റെ തുടർച്ച അവിടെ ഉണ്ടാകില്ല. അഥവാ തുടരുന്നുണ്ടെങ്കിൽ പോലും അത് നിരീക്ഷിക്കപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ആ ശരിയായ ഒരു ദിശാബോധം നമ്മളിലേക്ക് വരാനാണ് ഓരോ ധ്യാനവും നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. കൃത്യമായി നമ്മളുടെ മനസ്സിന് പഴയത് തുടരാനുള്ളൊരു പ്രേരണ എപ്പോഴും ഉണ്ടാവും. അത് പാസ്റ്റ് എക്സ്പീരിയൻസ് പിടിച്ചിരിക്കുന്നതാണ്. അത് എപ്പോഴും നമ്മൾ പാസ്റ്റിൽ മൈൻഡ് പിടിച്ചു നിൽക്കും. ആ പ്രേരണയെ തിരിച്ചറിയുക. മനസ്സിൻ്റെ അത് പിടിച്ചു നിൽക്കുന്നതിന് നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കുമ്പോൾ മാത്രമേ എന്താണ് അനുഭവത്തിൻ്റെ പിടിയിൽ നിന്ന് ഫ്രീ ആവുകയുള്ളൂ, ശൂന്യത വരുള്ളൂ, അവൻ സ്വതന്ത്രനാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവന് സ്വതന്ത്രനാകാൻ പറ്റില്ല. നമ്മളുടെ ഈ പറയുന്ന ഗീതയിൽ പറയുന്നതോ ഇതൊന്നും നമ്മളിലോട്ട് കണക്റ്റ് ആവില്ല. നമ്മൾ നമ്മുടേതായ ലോകത്ത് നമ്മൾ അങ്ങനെ നിൽക്കും, പഴയ മനസ്സിൽ തന്നെ തുടരും. ഒന്ന് റിലാക്സ് ആവുക, നട്ടിൽ നിവർന്ന് ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവകാശം നിശ്വസിച്ച് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ശ്വാസനിശ്വാസങ്ങളെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. നൗവിൽ നിന്നുകൊണ്ട് എൻ്റെ ശ്വസനത്തെ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. ദീർഘമായ ശ്വാസം, സാവകാശം കണ്ണു തുറക്കും. പഴയ മനസ്സിൻ്റെ തുടർച്ച. ഈ പഴയ മനസ്സ് തുടരുന്നുണ്ട് എന്ന് ആ സാധകൻ അറിഞ്ഞപ്പോൾ അത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ഇനി മുതൽ പഴയ മനസ്സ് തുടരണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തി. വേണ്ട, പഴയതെന്ന് പറയുന്നത് പാസ്റ്റാണ്, അപ്പം അത് തുടരണ്ട, നൗവിൽ നിന്നാൽ മതി മറ്റത്. പക്ഷേ പഠിച്ച 18 പണി ചെയ്തിട്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു പൂർവാധികം ഭംഗിയോടെ. ഒരു അനുഭവം പറയാം, പേര് പറയുന്നില്ല. ഒരാളുടെ അടുത്ത് നമ്മളിങ്ങനെ ചോദിച്ചു, ധ്യാനിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധ്യാനിക്കാറുണ്ട്, നല്ല അന്തരീക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലവണ്ണം ധ്യാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്തിനാണ് ധ്യാനിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു. അല്ല, ധ്യാനം നല്ലതല്ലേ, അതുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. അല്ല, നമ്മൾ ചോദിച്ചാൽ അങ്ങനെയല്ല ചോദ്യം, എന്തിനാണ് താങ്കൾക്ക് ധ്യാനിക്കേണ്ടി വന്നത്? ധ്യാനിക്കാതെ ഇരിക്കാമല്ലോ. ധ്യാനം നല്ലതോ മോശമോ എന്നുള്ളതല്ല, ധ്യാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് അതിൻ്റെ ഉത്തരവൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? അത് നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആ ശുദ്ധമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരുന്ന് അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കും. ശരി. അപ്പോൾ നമ്മൾ ചോദിച്ചു, വേറെ ധ്യാനത്തിന് ശേഷം താങ്കൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, സ്ട്രെസ്സ് വരും. ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചോദിച്ചു ധ്യാനിക്കുമോ? അല്ല, ധ്യാനിക്കില്ല. ഞാൻ പഴയ ഒരു കാര്യം, അതായത് 1 മണിക്കൂറിന് മുമ്പെയോ 2 മണിക്കൂർ മുമ്പെയോ ഞാൻ പോയൊരു പഴയ ഒരു കാര്യം ഞാൻ
ആലോചിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ജംഗ്ഷനിലോട്ട് പോയി, എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഇതിനെപ്പറ്റി ആലോചിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതും, വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോകുന്നതും, ഗേറ്റ് കടന്നു പോകുന്നതും, ആ വഴി കൂടി നടന്നു പോകുന്നതും, ആ വഴിയിൽ ആരെല്ലാം കണ്ടു എന്നുള്ളതും, ഇതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ ഓർമ്മിച്ച് റോഡിൽ എത്തുമ്പോൾ എന്താണ് ശരിക്കും ആൾക്കാരുണ്ട്. ഇതെല്ലാം റിവൈൻഡ് ചെയ്ത് ഓർമ്മിച്ച് ഇദ്ദേഹം ആ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ വരുന്നു. അപ്പം ഇത്രയും ഇതിന് ആലോചിക്കുന്നു സാർ, അത് ആലോചിക്കും. അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നും. അപ്പോൾ ആ സന്തോഷം ഇനി എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴദ്ദേഹം എന്ത് ചെയ്യും, ഈ സെയിം സാധനം വീണ്ടും ആലോചിക്കും. എങ്ങനെയാണ്, ഞാൻ സൈക്കിളിൽ പോയിരുന്നുവെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഇവിടെ കൂടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പം സൈക്കിൾ എടുക്കുന്നു, അതിങ്ങനെ കാറ്റുണ്ടോ നോക്കുന്നു, അതിൽ കയറിയിരിക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ നടന്നു പോയ ഫീലല്ലല്ലോ സൈക്കിൾ പോകുമ്പോൾ, കുറച്ചുകൂടി സ്പീഡല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനെ പാരലായിട്ട് സ്പീഡിൽ വിഷ്വലൈസ് ചെയ്ത് നേരെ പോയി തിരിച്ചു വരും. ചിലപ്പം ഓട്ടോയിൽ പോയാൽ എങ്ങനെയായിരിക്കാം, ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാര്യം നമ്മുടെ ഡിക്ഷണറിയിൽ ഇത് പഴയ മനസ്സുമല്ല, ഇതെന്തോ ഒരു പിന്നെ ആർട്ടിഫിഷ്യൽ മനസ്സായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ സ്ട്രെസ്സ് മാറാൻ എനിക്കിതൊരു സൊല്യൂഷനാണെന്നോ. ഇത് ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അത്ര പാടുണ്ടോ നിരീക്ഷണം ചെയ്യാൻ? ഒന്ന് ആലോചിച്ച് നോക്കും. ഇതെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഓരോ കഥാപാത്രം, സൈക്കിൾ പോകുന്ന കഥാപാത്രത്തെ ആലോചിക്കണം, ഓട്ടോയിൽ പോകുന്ന കഥാപാത്രത്തെ ആലോചിക്കണം, നടന്നു പോയിരുന്ന കഥാപാത്രത്തെ ആലോചിക്കണം. ഇത്ര പാടുണ്ടോ നിരീക്ഷണത്തിലോട്ട് പോകാൻ? കാര്യം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് മേ ബി ചിലപ്പോൾ ഓവറായിട്ടുള്ള തോട്ടുകളിൽ കൂടി കടന്നു പോകുന്നത് കാരണം അത് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് മൈൻഡിന് വേറൊരു ഡ്യൂട്ടി കൊടുത്തേക്കാണ്. ഡ്യൂട്ടി കൊടുത്തിട്ട് അതിങ്ങനെ ഒരു ഒരു ടാർഗറ്റ് പോലെ അത് ഇങ്ങനെ ചെയ്ത് അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഓരോ രീതിയിലാണ് ഈ നമ്മുടെ ആ പഴയ മനസ്സിനെ നമ്മൾ ഓരോ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളാണ്. അപ്പോൾ ഇതേപോലെ ഈ സാധകം ചോദിക്കേണ്ട ഗുരുവിൻ്റെ അടുത്ത്, പഴയ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോഴാ ഗുരു പറഞ്ഞു, എന്തിനാണ് നീ നിയന്ത്രിക്കുന്നത്? നീ അവിടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റുന്നു? കാണാൻ ആഗ്രഹിക്കുന്ന ആ മനസ്സ് അവിടെ അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു തോട്ടാണ്, ആ തോട്ട് പ്രോസസ്സ് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ കാണണ്ട എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ പുതിയൊരു തോട്ടാണ്, ആ തോട്ടും രണ്ടാമത് നിങ്ങൾ അവിടെ വന്നു. അപ്പോൾ രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകില്ലേ? എന്തിനെ നിയന്ത്രിക്കണം? നിരീക്ഷിക്കാമല്ലോ. നിയന്ത്രണം ആണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. നിരീക്ഷണം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് നീ നിരീക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതെങ്ങനെ നിരീക്ഷിക്കും? നിരീക്ഷിക്കണം എന്ന് ചിന്ത വന്നാൽ വീണ്ടും നിരീക്ഷണം ഒരു ചിന്തയായി, അത് നിരീക്ഷണമല്ല. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതെങ്ങനെയാണ്? അപ്പോഴും ഇവ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിന്തയിൽ കൂടിയാണ് ഇതെല്ലാം ഇവ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്ത് പറ്റുന്നു? ഇവൻ വീണ്ടും വിഭജിക്കുന്നതല്ലാതെ കുറയുന്നില്ല. തോട്ട്സുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, കുറയുന്നില്ല. അപ്പോൾ ഇവൻ ഗുരുവിനോട് ചോദിക്കുകയാണ്,
ഇനി എനിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ചിന്തിക്കല്ലെന്ന് പറയുന്നു, തടയരുതെന്ന് പറയുന്നു, നിരീക്ഷിക്കാനാണ് പറയുന്നത്. അത് എന്നെ കൊണ്ട് പറ്റുന്നുമില്ല. അപ്പം ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം, ഗുരുവിനൊന്ന് അനുസരിക്കാമെന്ന്. ഗുരുവിനെ അനുസരിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞു, അനുസരിച്ചാൽ നിനക്ക് ഒട്ടും സത്യത്തെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അനുസരിക്കാതിരുന്നു, അപ്പോഴും അത് കുഴപ്പം. തടയാൻ ശ്രമിച്ചു, അതും കുഴപ്പം. അനുസരിക്കാമെന്ന് പറഞ്ഞപ്പോഴും അപ്പോഴും ഗുരു പറയുന്നു, അങ്കി നീ ഒന്നും അറിയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഗുരു പറഞ്ഞത്, നീ ഇപ്പോൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങൾ കാരണമാണ് നീ അനുസരിക്കുന്നത്. ഒന്ന്, നിനക്കൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ് നീ അനുസരിക്കുന്നത്. 2, നിനക്കെന്തോ ആ അനുസരണ കൊണ്ട് നേടിയെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് നീ അനുസരിക്കുന്നത്. അപ്പോൾ ഈ 2ഉം നിൻ്റെ ഉള്ളിലുള്ളൊരു തോട്ടാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നീ അനുസരിച്ചാൽ നിനക്കെന്ത് സംഭവിക്കില്ല? സത്യത്തെ അറിയാനുള്ള പഠനം നിന്നിൽ സംഭവിക്കില്ല. നീ അനുസരിക്കുകയൊന്നും വേണ്ട. നീ നിന്നിൽ സംഭവിക്കുന്നതിന് നീ അറിഞ്ഞാൽ മതി. അത് അറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നീ എന്തിനാ അനുസരിക്കാൻ പോകുന്നത്? ആരെ അനുസരിക്കണ്ട. നിൻ്റെ ഉള്ളിലെ നിൻ്റെ ചിന്തകളെ നീ പഠിച്ചാൽ മതി. അതാണ് നിരീക്ഷണം. നീ അത് ചെയ്താൽ മതി. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പം ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് ഇതിനെല്ലാം. നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്നോ പറ്റില്ലെന്നോ പറഞ്ഞ് വിധി എഴുതുന്നു. അതല്ലെങ്കിൽ ഇത് എൻ്റെ മാർഗമല്ല എന്ന് ഞാൻ പറയുകയാണ്. അതെല്ലാം നമ്മുടെ ഒരു വിധി എഴുത്തലാണ്. അപ്പോഴെന്ത് പറ്റുന്നു? എൻ്റെ ചലനത്തെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, മനസ്സിൻ്റെ ചലനത്തെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ചലനത്തെ എനിക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്? ഞാൻ നൗവിലല്ല, ഞാൻ എന്നെ അറിയുന്നില്ല. അറിയാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പഴയ മനസ്സ് കാട് കയറിക്കൊണ്ടേയിരിക്കും, നമ്മൾ സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ധ്യാനം നമ്മളിവിടെ ഓരോ ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഈ നിമിഷത്തിലോട്ട് മനസ്സിനെ കൊണ്ടുവന്നിട്ട് നിലവിലുള്ള പഴയ മനസ്സിൻ്റെ ഒരു തുടർച്ചയെ നിരീക്ഷിക്കുവാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നിനുമല്ല, എന്നിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫയലിനെ ഒബ്സർവ് ചെയ്യാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഫയലിനെ കാണാൻ സാധിച്ചാലോ സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷനിലോട്ട് പോകാം.